ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പശുക്കളുടെ വിശേഷങ്ങളാണ്. അവരെ കുളിപ്പിക്കുക, കറക്കുക, തീറ്റ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇതൊക്കെ. അപ്പോൾ ഒരു 18 മണിക്കൂർ ദിവസത്തിലെ അവരുമായിട്ട് തന്നെയാണ് നമ്മൾ പോണത്. ഉറങ്ങുന്ന സമയം ഒഴികെ എല്ലാ സമയവും നമ്മൾ പശുക്കളുടെ കൂടെയാണ്. അപ്പോൾ അതിന് അപ്പുറത്ത് ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ, നമുക്ക് വായിക്കുക, കവിത കേൾക്കുക, കവിത ചൊല്ലുക, ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവളൊരു ശ്രാദ്ധം എന്നൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്ക ഒരു 5:45 ഞങ്ങൾ കറവൊക്കെ കഴിഞ്ഞ സമയത്ത് മിക്കപ്പോഴും ഒരു കാക്ക വരാറുണ്ട് ഇവിടെ. കുറേ കാക്കകൾ എപ്പോഴും ഇരിക്കും. പക്ഷേ ഈ ഒരു കാക്ക വന്നിട്ട് എപ്പോഴും ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇരിക്കുമ്പോൾ ചേട്ടൻ പറയുന്നത് നിൻ്റെ ആരോ ആണെന്ന് തോന്നുന്നുണ്ട്, നിന്നെയാണ് വിളിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ കാക്കേനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നാലും കാക്ക പറക്കാറില്ല. അപ്പോൾ പശുക്കളുടെ തീറ്റ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീട്ടിലെ പലഹാരങ്ങൾ എടുത്ത് കൊണ്ടു കൊടുക്കുമ്പോഴും കയ്യിൽ നിന്ന് കൊത്തി തിന്നാൻ തുടങ്ങി. പക്ഷെ വീഡിയോ പിടിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ അതിന് പേടിയാണ്. അല്ലാത്ത സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വന്ന് തീറ്റ എടുക്കും. 19 വയസ്സിലെ അച്ഛനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ശ്രാദ്ധം എന്നുള്ള കവിത എന്തോ മനസ്സിന് എപ്പോഴും ഒരു നോവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളോടുകൂടി ആ കവിത ഞാൻ ഷെയർ ചെയ്യാണ്. എല്ലാവരും കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. കർക്കിടകത്തിലെ പേമാരിയിൽ കഥനത്തിൻ നോവായി കറുത്തവാവും പഞ്ചാംഗം നോക്കവേ അമ്മ ചൊല്ലി അച്ഛൻ മരിച്ചിട്ടൊരഞ്ചു കൊല്ലം. ഉണ്ണി ഒരിക്കൽ എടുത്തിടേണം ഉണ്ണി മാതാവിൻ തന്നെഞ്ചിടറി വ്രതങ്ങളെന്തെന്നും അറിഞ്ഞിടാതെ വിറയാർന്നു ഉണ്ണി കുളി കഴിഞ്ഞു. ഈറനാം നേരെ തൊടുത്തുകൊണ്ടും ഈ പിഞ്ചു കയ്യുകൾ കൊട്ടിടുമ്പോൾ മുറ്റത്തെ മൂവാണ്ടൻ കൊമ്പിൽ നിന്നും 4-5 കാക്ക പറന്നിറങ്ങി. ചാണകം തേച്ച ബലിക്കളത്തിൽ ചെരിഞ്ഞു നടക്കും മുടന്തൻ കാക്ക. പിണ്ടങ്ങളൊന്നതിൽ കൊത്തി കൊത്തി പിന്നെയും നോക്കുന്നുണ്ടുണ്ണിയേയും. അമ്മയോടാരാഞ്ഞു കുഞ്ഞു പൈതൽ ആ കാണും കാക്ക എന്നച്ഛനാണോ? പൈതലിൻ മൊഴി കേട്ടു അമ്മയേവം പൊട്ടിക്കരഞ്ഞകത്തേക്കു പാഞ്ഞു. ഒരു തുണ്ടു കനവിൻ്റെ ഓർമ്മയാലേ 1000 നോവുകൾ നീറി നീറി ഒരാണ്ടിലെ വെയിലും മഴയുമായി ഒരു ശ്രാദ്ധമങ്ങു കടന്നുപോയി. ഒരു ശ്രാദ്ധമങ്ങു കടന്നുപോയി. അപ്പോൾ ഈ കാക്കയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ പശുക്കൾക്ക് ഭയങ്കര കുശിപ്പാട്ടാണ്. അവരും വന്ന് കയ്യിൽ നിന്നൊക്കെ വന്ന് തിന്നും. പക്ഷേ ഈ കാക്കയോട് എന്തോ ഒരു ഭയങ്കരമായൊരു ഇഷ്ടം തോന്നി. ഇന്ന് രാവിലെ അവൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ഒരു ദിവസം വന്നില്ലെങ്കിൽ ഒരു വിഷമാണ്. വന്ന ആ കാക്ക തിന്നുമ്പോഴാണ് ഒരു സമാധാനം. അതിനായിട്ട് അവൽ മിക്സ്ചറൊക്കെ ഞാൻ ഇവിടെ എല്ലാ പലഹാരങ്ങളും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക വീട്ടിൽ. പുറമെന്ന് അങ്ങനെ വാങ്ങാറൊന്നുമില്ല. അപ്പോൾ അവൽ മിക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അതിലത്തെ കപ്പലണ്ടിയും പൊട്ടുകടലയും അവലൊക്കെ കൊത്തി തിന്നാനായിട്ട് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. കാക്കകൾ ഭയങ്കര ബുദ്ധിശാലികളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കയ്യിൽ നിന്നൊക്കെ തീറ്റ വാങ്ങി തിന്നണമെങ്കിൽ അവർക്ക് അത്രയൊരു വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം എന്നല്ലേ പറയുക. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ വന്ന് കഴിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. അപ്പോൾ ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.